വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതൊരു രസാ. ഇരുമ്പമ്പുളി, മാങ്ങ, ചക്ക, എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ബാത്റൂമിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാ. ഒരു ഇന്ത്യനും ഉണ്ട്, ഒരു യൂറോപ്പും ഉണ്ട്. സത്യത്തിൽ രാത്രി മോഷ്ടിക്കാൻ പോക്കാണോ ജോലി? എന്റെ ഉള്ളില് ഫുള്ള് പുളിയുറുമ്പ. എവിടേക്കോ കടിക്കണു അല്ലേ? എന്നാ നമുക്കിനി ട്രാൻസ്ഫർ ചെയ്താലോ? മോനെ എടാ എനിക്ക് എത്തില്ലടാ, എന്നെ ഒന്ന് പൊന്നിച്ചേരുമോ? ആൾക്കാര് അമ്മായി വന്നല്ലോ. ഗുഡ് മോർണിംഗ്, നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ അച്ഛൻസ് ഹോം. അച്ഛൻ്റെ വീട്ടിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് പോവാട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ വീട്. അമ്മായി എത്തി. ഇന്ന് കാലത്ത് തന്നെ സുന്ദരി കുട്ടിയായി കുളിച്ചൊരുങ്ങി ആഹാ ആദ്യത്തം തുളുമ്പിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അമ്മായി. അമ്മായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അമ്മായി സുഖല്ലേ? സോറി, അംഗസംഖ്യ വളരെ കുറവായതുകൊണ്ട് അമ്മായിക്ക് അറിയാം. ചെറിയൊരു കുടുംബം ആയതുകൊണ്ടും ബാക്കിയുള്ള അംഗങ്ങളെ ഞാനൊന്ന് ലോഡ് ചെയ്തോട്ടെ ഗൈസ്. എല്ലാവരും ഇറങ്ങിക്കോളൂ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഓക്കേ, അപ്പോ ഇനി നേരെ നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഗൈസ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ അതിന് മുമ്പ് അച്ഛൻ്റെ വീട്ടിലേക്ക് തോന്നുന്നു ഒരു 2 വർഷമൊക്കെ ആയില്ലേ ശ്യാമേ, നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത്. അന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ദൈവമേ, ഇവരെ എന്താ പറയാ, ഷാമ്പൂവിൻ്റെ പരസ്യമാക്കി കൊണ്ടുവന്നതായിരുന്നു ഞാൻ. പക്ഷെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലമുള്ള കാരണം കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇറങ്ങരുത് ഇറങ്ങരുത്, ഇനി കുളിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, എന്ത് ചെയ്യണം എന്നുള്ള എക്സൈറ്റ്മെന്റാ. ഓക്കെ, അപ്പോ അന്ന് ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഇന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അടുപ്പിൽ എന്തോ തിളയ്ക്കുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. യെസ് അമ്മായി. അമ്മുമ്മേ, എന്താ വിശേഷം? നല്ല വിശേഷം തന്നെ അല്ലേ? അമ്മൂമ്മ ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ശരിക്കും അച്ഛമ്മയാണ് കേട്ടോ, ഓർക്കണേ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ 2 വർഷം മുമ്പ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ചിന്നുവിൻ്റെ അച്ഛൻ്റെ വീട് എന്തൊരു ഭംഗിയാ, ഭയങ്കര ഗ്രാമമാണല്ലോ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ എന്താ പറയുക, അച്ഛമ്മ ഇപ്പം ഇല്ല, 2 വർഷം കഴിഞ്ഞു. അന്ന് നിങ്ങൾ വീഡിയോയിൽ അച്ഛൻ്റെ അമ്മയെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അച്ഛമ്മ ഇപ്പം ഇല്ല, പെട്ടെന്ന് ആ മുറി നോക്കുമ്പോഴേ അങ്ങനെ. അപ്പോൾ ഇവിടെ ദേ ഇപ്പം നമുക്ക് കൂട്ടായിട്ട് വത്സലമ്മയുടെ അമ്മയാണ്. വത്സലമ്മ വരും. എന്നും പറയണമല്ലേ സന്തൂർ ബ്യൂട്ടി ആയിട്ട് ഇവിടെ മനുഷ്യന്മാരെ എങ്ങനെയാവാന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. 2 അമ്മമാരെ എനിക്ക് റെസ്പെക്റ്റ് കൊണ്ടാണോ അവർ നിൽക്കണത്? എന്നാൽ ഞാനും നിൽക്കാം. അടുപ്പത്തു നിന്ന് എന്തോ മണം വരുന്നുണ്ടല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ അട്രാക്ഷൻ അടുക്കളയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുപ്പത്ത് നമ്മൾ വെക്കില്ലേ, നല്ല ഈ പുകയും കനലും ആ പുക സ്വാദും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അമ്മുമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്താ കഴിച്ചേ? ബ്രെഡ് കഴിച്ചാ? ബ്രെഡായിരുന്നു, ഇഡ്ഡലി ആയിരുന്നോ? കഴിച്ചിട്ടില്ലേ നുണ പറയാന്ന്. അമ്മായി കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് വെറുതെ. അന്ന്
ശരി, അപ്പോൾ നമ്മുടെ അന്ന് നമ്മുടെ അച്ഛൻ്റെ വീട് കാണാത്തവർക്കായിട്ട് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വരുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഞാൻ മൊത്തത്തിലൊന്ന് കറങ്ങി കാണിച്ചു തരേ. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് അമ്മായി പറഞ്ഞിട്ട് അവരെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടുന്ന പോലെ ഒരു 3-4 പേര് ചാടാനുള്ള സാധ്യതയുണ്ട്. ഇത് തൃശ്ശൂരിലെ സൂ അല്ല, സോറി. പേടിച്ചു. റെഡി? എന്നെ പ്രൊവോക്ക് ചെയ്യരുത്, ഞാൻ സ്നേഹത്തിൽ തുറന്നു തരാൻ വരികയാണ്. അന്നും അതായത് ഇവിടെ ഭയങ്കര ഭംഗിയാ. നമ്മളിങ്ങനെ പറയാ, നിങ്ങളെങ്ങനെ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് പറയാം ഉമ്മറം എന്ന് പറയും പുറത്ത്, അല്ലേടാ? ശ്യാമതേ വടിയെടുത്ത് പേടിപ്പിക്കാൻ നിൽക്കുകയാണ്. വടി കാണിക്കടാ, പേടിപ്പിച്ചു നോക്കിയേ. ഇതെന്താന്നറിയോ, ഇവർക്ക് ഇങ്ങനെ കുറേ സ്ഥലം കണ്ടപ്പോഴേ നമ്മുടെ വീട് പോലെ അല്ലല്ലോ, ഇരട്ടി എന്നും പറയാൻ പറ്റില്ലല്ലോടാ, 100 ഇരട്ടി സ്ഥലമല്ലേ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ മേഞ്ഞ് നടക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്. ശരിക്കും ഇവിടെയൊക്കെ ഞങ്ങൾ എപ്പോഴും ചായ കുടിക്കാനും അങ്ങനെയൊക്കെ, കുട്ടിക്കാലത്ത് വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരിക, പട്ടുണ്ടാക്കുക, ലൈഫിൽ ആദ്യമായിട്ട് പട്ടുണ്ടാക്കിയതൊക്കെ ഇവിടെയാണ്. ഇവിടെ കുളമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് നീ തന്നെ അറിയില്ല കേട്ടോ, എനിക്ക് പേടിയായിരുന്നു. നമ്മൾ ഇവിടെ നിങ്ങളുടെ അവിടെ നാട്ടിൽ അങ്ങനെയാണോ പറയാന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ ഉമ്മറം എന്നാ പറയുക, ഉമ്മറപ്പടിയിലിരിക്കുക, ഉമ്മറത്തിരിക്കുക. ഇവിടെ ചാരുകസാരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ചാരുകസാര ഒന്നുമില്ല. ഏകദേശം ഈ വീടിനൊരു 70-75 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷെ ഇപ്പോഴും പൊന്നു പോലെയാണ് നോക്കുക. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ ഒരു കൺസ്ട്രക്ഷൻ, ഒരു ഹെറിറ്റേജ്, അങ്ങനത്തെ ഒരു രീതി. ഇത് എന്താ പറയുക, ഇപ്പോഴും മോഡിഫൈ ചെയ്തിട്ടില്ലല്ലോ നമ്മൾ. അച്ഛൻ അതൊക്കെ ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു, അതേപടി തന്നെ വേണം എന്നുള്ളത്. ശരിക്കും അവർ 4 മക്കളാട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പറയുക, അച്ഛൻ്റെ അനിയൻ കുഞ്ഞച്ഛൻ മരിച്ചു. അപ്പോൾ കുഞ്ഞച്ഛൻ്റെ ഫാമിലിയാണ് ഇവിടെ താമസിക്കണേ. പിന്നെ അച്ഛമ്മൂമ്മ ഇല്ല, അങ്ങനെ. അപ്പോൾ ഇത് ഉമ്മറാണേ. ഇനി അടുത്ത നമ്മൾ പറയുക എന്താ, അഗായി എന്നാ പറയുക. അതായത് നമ്മളിരിക്കണ ലൈക്ക് സിറ്റിംഗ് അല്ലേ. ഇവിടെ നമ്മൾ പറയാ അഗായിലിരിക്കാം. ഉമ്മർത്തുനിന്ന് നേരെ അഗായിൽ വന്നിരിക്കാം എന്ന് പറയും. അഗായിന്ന് നേരെ നമ്മൾ പോണത് പൂമുഖത്തേക്കാണ്. ശരിയാണല്ലോ, അങ്ങനെ ഇരിക്കും. ആ പേര് വന്നിട്ടുണ്ടാവില്ല, ഇങ്ങനെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാകുന്നു ഭാര്യ. ആണോ ബിന്ദു? അങ്ങനെ ഞാൻ വന്ന വീടാണ്. അമ്മ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഉണ്ണിയേട്ടാ ഊണ് കാലായി അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെയൊന്നും ഓവറാക്കാറില്ല അല്ലെ? അമ്മ എത്ര വയസ്സിലെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നേ? ഞാനൊരു 21 വയസ്സില്. അമ്മയ്ക്ക് അത് അടുക്കളയിൽ ഞാൻ പോയിട്ട് പറഞ്ഞു കേട്ടോ, ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പം ഉമ്മർത്തുനിന്ന് അഗായിന്ന് നേരെ പൂമുഖത്തേക്ക് വന്നിരിക്കുകയാണ്. ഹായ്. അതെ, യെസ്. എന്റെ മുത്തച്ഛനെ നമ്മള് മുത്തലാന്നാണ് കേട്ടോ വിളിക്കാറ്. അച്ഛന്റെ അച്ഛനെ. ലൈറ്റ് ഉണ്ട് അവിടെ, കാണാൻ പറ്റുണ്ടോ? ഇതും അതെ, ഒരു 75 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ ആ ടൈല് പോലും മാറ്റിയിട്ടില്ല. ടൈലിൽ അർമാദിക്കണുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ മാർബിളാന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതുവരെ മാറ്റിയിട്ടില്ല. പക്ഷെ എന്ത് രസമായിട്ടാണ് നിൽക്കണേ. ശരിക്കും ഈ ഒരു ടൈലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കൊട്ടാരത്തിലൊക്കെ പോകുമ്പോൾ പല കോമ്പിനേഷൻസ് ഒക്കെ കണ്ടിട്ട്, തിത്തേ തത്തേ തിത്തേ താഹ തിത്തേ. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഇതുപോലെ നേരെ ആ വോളിലേക്കും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല അമ്മ. ഇത് ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് അച്ഛൻ ആരെയോ കൊണ്ടുവന്നിട്ട് വരപ്പിച്ച പെയിന്റിങ്സ്. അന്നത്തെ കാലത്ത് ഉണ്ണികൃഷ്ണൻ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്തിട്ട് ഒരു വാൾപേപ്പർ, എന്നൊക്കെ സ്റ്റിക്കറാണല്ലോ, അന്നങ്ങനെയല്ല. എന്താണോ അമ്മയുടെ പടം വരയ്ക്കാഞ്ഞത്? അമ്മയുടെ നെഞ്ചിലുള്ളത് കൊണ്ടായിരിക്കും, അല്ല ഹൃദയത്തിൽ. അവിടെ ഒരു കൃഷ്ണനെ ഇതുപോലെ തന്നെ ഒരാളെ കൊണ്ടുവന്ന് കൃഷ്ണനെ വരപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണനെ അതെ ആളെ വിളിച്ച് അച്ഛൻ വരപ്പിച്ചതാണ്. കണ്ടോ? അങ്ങനെ മൊത്തത്തിലൊരു പഴമയുടെ പാരമ്പര്യം ഇപ്പോഴും എന്താ പറയുക, കളയാത്ത രീതിയിലാണ്. കുറേ പേര് പറഞ്ഞു റീകൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ഇപ്പോഴത്തതനുസരിച്ചിട്ട് ട്രെൻഡിനനുസരിച്ചിട്ട് മാറ്റണം, അങ്ങനെയൊക്കെ. പക്ഷേ ആധുനികമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇവിടെ എപ്പോഴും താല്പര്യമില്ല. ഇവിടെ എപ്പോഴും ഗ്യാസ് അടുപ്പിലല്ല കുക്ക് ചെയ്യണത്. ഗ്യാസ് അടുപ്പ് അവിടെ ഉണ്ട്, പക്ഷേ വിറകടുപ്പിലാണ് ഇവിടെ കംപ്ലീറ്റ്ലി എല്ലാം. ഇവിടെ വെക്കുന്ന എല്ലാ സംഗതികളും പുറത്ത് പച്ചക്കറി മേടിക്കാൻ പോവേ ആവശ്യമില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കംപ്ലീറ്റ് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അച്ഛൻ്റെ ഫാമിലിക്ക്. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം കേട്ടോ. അമ്മായി
എനിക്കിപ്പം അമ്മായി എന്ന് വിളിക്കുമ്പോഴേ ഇപ്പോഴാണ് ഞാൻ പിന്നെ എനിക്ക് വിവരം വെച്ചപ്പോ ഞാൻ വിളിക്കല് മാറ്റിയത്. ഓ ദോശയുടെ മണായിരുന്നു അല്ലേ? അതായത് അമ്മൂമ്മക്കുള്ള ദോശ, അതും അടുപ്പത്തെ ദോശ ആയതുകൊണ്ട് ഭയങ്കര സ്വാദ്. അമ്മായിയെ ഞാൻ പണ്ടുണ്ടല്ലോ, അതായത് ശരത്ത് ശ്യാമും അമ്മായിയെ അമ്മാന്ന് വിളിക്കും. അപ്പൊ എന്നോട് വിളിക്കാൻ പറയുള്ളത് അമ്മായിന്നാ. ലാസ്റ്റ് എനിക്ക് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയിട്ട് എൻ്റെ ആദ്യത്തെ അമ്മായിയമ്മയായിരുന്നു ഇത്. അമ്മായിയമ്മയെന്ന് ഞാൻ വിളിക്കാറില്ല കേട്ടോ. അപ്പം എന്താണ് പരിപാടി? ഈ ദോശ ചുട്ടപ്പോൾ തന്നെ ഇത്ര മണം. അത് ഇതിൽ നെയ്യ് ഇട്ടിട്ടേ ഇല്ല കേട്ടോ, എണ്ണ. പക്ഷെ ആ അടുപ്പത്ത് വെക്കണതിൻ്റെ ആ ഒരു മണവും സ്വാദും. ഇന്നെന്താണ് ഉച്ചക്കുള്ള മെനു? എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല പൊതിച്ചോറ്. അപ്പൊ നീ വരുന്ന പ്രമാണിച്ച് പൊതിച്ചോറ് ഉണ്ടാക്കാതെ. ഞാനിങ്ങനെ പല വീഡിയോസും കാണുമ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പറയും ഞാൻ പൊതിച്ചോറ് കഴിച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടോ. അപ്പൊ അമ്മായി ഇന്ന് നമുക്ക് വേണ്ടിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് എന്റെ വല്ല സഹായ സഹകരണങ്ങൾ വേണോ? ഇടിയൻ ചക്ക പൊട്ടിച്ചു കൊണ്ടുവരാ, അയ്യോ ചോദിക്കണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കാര്യല്ലേ. പോയി ഇടിയൻ ചക്ക പൊട്ടിച്ചോണ്ട് വരിക, മാർക്കറ്റിൽ പോയി മേടിച്ചോണ്ട് വരിക എന്നല്ല പറഞ്ഞേ. ഇടിയൻ ചക്കയും കൊപ്പക്കായും അല്ലേ? ഓക്കെ. 1 മണിയാവുമ്പോഴേക്കും പൊട്ടിച്ച് കൊണ്ടുവന്ന 1 മണിയാവുമ്പോഴേക്കും ഊണ് കാലാക്കി തരാന്ന്. ശരി, അപ്പൊ അമ്മൂമ്മക്ക് ഞാൻ ദോശ കൊണ്ട് കൊടുക്കാം. ഓക്കെ. അതില് എന്തൊക്കെയോ ഇനിയുണ്ട് എക്സ്ട്രാ മിനുക്ക് പണികൾ. ഓക്കെ, ഒരു ദോശയും കൂടെ ചൂടണമായിരിക്കും. അപ്പൊ നമുക്ക് എന്നാ പോയിട്ട് ഇനി കൊപ്പക്കായ പൊട്ടിക്കണം. ഇന്നപ്പോ ഇത് പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നാണ് കേട്ടോ പറഞ്ഞു വരണത്. ഓക്കെ, ഓക്കെ. ആ ശരി, മാങ്ങ ചിലപ്പോ ചമ്മന്തി ഉണ്ടാക്കാൻ വരെ എത്തുമെന്ന് അറിയില്ല. പൊട്ടിച്ച് ചിലപ്പോ സ്പോട്ടിൽ കഴിച്ചു എന്നിരിക്കും. പാപ്പു ഉച്ചക്ക് പൊതിച്ചോറ് വേണമെങ്കിൽ, കേൾക്കുന്നുണ്ടോ? ഉച്ചയ്ക്ക് നിനക്ക് പൊതിച്ചോറ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരത്തിന്റെ മുകളിൽ പോയിട്ട്, മരത്തിന്റെ മുകളിലല്ല, പ്ലാവിൽ പോയിട്ട് പ്ലാങ് ഇടണം. അതായത് ഇടിയഞ്ചക്ക ഇടണം. എന്നിട്ട് കൊപ്പക്കായ പൊട്ടിക്കണം. ബാ, കം, ലെറ്റ്സ് ഗോ, കം, ജംപ്, ബാ, കം, ഫോളോ മീ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ അമ്മായി തന്നിട്ടുള്ള, അമ്മായിയുടെ പേര് വത്സല എന്നാണ് കേട്ടോ, പറയാൻ മറന്നുപോയി. വത്സലമായി തന്നിട്ടുള്ള ദൗത്യം നമ്മളിനി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വാതിൽ എപ്പോഴും അടച്ചിടുകയാണ്. കാരണം ഒന്നല്ല 4 പേര് ഇങ്ങോട്ട് ചാടും. എനിക്കും വേണ്ട ഒരു പ്രൈവസി. എപ്പോഴും ജംഗിൾ ബുക്കായ ശരിയാവൂ. അപ്പോൾ നമ്മളിനി കൊപ്പക്കായും, ചിലർ പപ്പായ എന്ന് പറയും, ചിലർ പപ്പക്കായ എന്ന് പറയും, പപ്പായ എന്ന് പറയും. അതൊക്കെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇതും ഇടിയഞ്ചക്ക എൻ്റെ ഓൾ ടൈം ഫേവറേറ്റാ. ഇത് പൊട്ടിക്കാം. പക്ഷെ നോട്ട് ദ പോയിന്റ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇടിയഞ്ചക്ക ഇടിച്ചിട്ടിട്ടുമില്ല, കൊപ്പക്കായ പൊട്ടിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇന്ന് മാമുണ്ണ. ശ്യാമുള്ളതാണ് പ്രതീക്ഷ. കാരണം അവനിവിടുത്തെ മുക്കുമൂല അറിയാലോ. അവന്റെ വീടാണത്. പിന്നെ ലെന ചുങ്കത്ത് നേരത്തെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. നിങ്ങൾക്ക് പുട്ട് ഐസ്ക്രീമിലെ തള്ളുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ആ തള്ളുകാരിയാണ് ഈ ലെന ചുങ്കത്ത്. പിന്നെ ലെന എങ്ങനെയുണ്ട്? ഇന്ന് ലെനക്കൊരു സർപ്രൈസ് തരാമെന്നും പറഞ്ഞിട്ടാണ്. അതല്ലേ സർപ്രൈസ്. ലെന ഇന്ന് ചെക്കൻ കാണലാണെന്നും പറഞ്ഞൊരു സ്ഥലം വരെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടിയെ കൊണ്ടുവന്നത്. വിഷമുണ്ടോ ലെനെ? പറയ്. ഈ മൈക്ക് വെക്കുമ്പോ മുടി അതിൽ കൊണ്ടാൽ ഒന്നും കേക്കില്ല. ശ്യാമേട്ടന് വെച്ചോന്നോ? ശ്യാമേട്ടൻ എനിക്ക് വെച്ചതൊക്കെ. ശരി, ഓക്കെ. അല്ല, കൊളത്തി പോവാം. അതിനു മുമ്പ് എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. എനിക്കിത് മാങ്ങാണ്. ഇതാണ് ഇവിടുത്തെ മുക്കും മൂലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എടാ, കൊപ്പക്കായ എവിടെടാ? കൊപ്പക്കായല്ല, ഗൈസ്, ഞാൻ ആദ്യമായിട്ട് വെള്ളം കോരിയ ആ കിണറാണിത്. എന്റെ കണ്ണീര് എപ്പോഴും അതിലുണ്ടായിരിക്കും. അന്ന് കഷ്ടപ്പെട്ടിട്ട് ഞാൻ കോരിയത് കണ്ടിരുന്നില്ലേ? ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പോവാ. ഞാൻ ഒന്നും കൂടെ കോരിത്തരാം. 1 മിനിറ്റ്. ലെനെ, ദാഹിക്കുന്നില്ലേ? ലിപ്സ്റ്റിക് പോവും. ഇങ്ങോട്ട് വന്നേ. എന്നാ ലിപ്സ്റ്റിക് കളഞ്ഞിട്ടേ ഉള്ളൂ. ചേച്ചിക്ക് ഈ കുടിച്ചു പോയി. ഞാൻ കോരാം. കോരിയിട്ടുണ്ടോ ഇതുവരെ? ഞാൻ കോരാം. അല്ല, ലെന പോയാലും കുഴപ്പമില്ല. എന്റെ മൈക്ക് വെള്ളത്തിലേക്ക് ഇടരുത്. ഓക്കെ. വീട്ടില് കിണറുണ്ടോ? ഇല്ല, ഞാൻ പണ്ട് കോരിയുണ്ട്. പണ്ടെന്ന് പറയുമ്പോ എന്റെ ചെറുപ്പകാലത്ത്. ഇപ്പൊ എത്ര വയസ്സായി? 20. 10 വർഷത്തിന് മുമ്പത്തല്ല പറഞ്ഞ എന്റെ.
ഫ്രീസർ കിണറ്റിൽ തന്നെ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കേട്ടോ ഇവിടത്തെ വെള്ളം. നമ്മുടെ കൂർക്കഞ്ചേരി വീട്ടില് ഈ കുഴൽ കിണറാണ്, ബോർവെല്ലാണ്. അപ്പൊ അത് കാരണം എന്താ പറയാ, സ്വാദുള്ള വെള്ളം കുടിക്കണമെങ്കിൽ കോരങ്ങട് കുറച്ച് ഫിറ്റ് ഉണ്ടോ ആർക്ക്? അയ്യോ പിടിക്ക് കുറച്ച് അങ്ങനെ ജോലി ചെയ്യേ. എനിക്കെത്തില്ല പിടിക്ക് പിടിക്ക് ചെയ്യുന്നു. ധൈര്യമുള്ള പെൺകുട്ടിയാണെങ്കിൽ എടുക്ക്. പോവരുതട്ടാ. ഇനി കൈ കാണിക്കൂ. എന്ത് ഗോഡ് പയ്യണ്ടോ കുട്ടിക്ക്? ആ പിടിക്ക്, ഇതാ കുടിച്ചു നോക്കി ഇത്തിരി. ശ്യാമേ ഇത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? സോറി ഗൈസ്. ഇനി കുടിച്ചോളൂ. സ്വാദ് പറയണേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നുണയല്ല പറയണേന്ന് മനസ്സിലായില്ലേ? അത്രയും തണുപ്പ് അവിടുത്തെ വെള്ളത്തിന്. ഇനി എനിക്ക് ഭയങ്കര മധുരമുള്ള വെള്ളാട്ടോ ഇത്. തിളപ്പിക്കും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ ഒരു ഇത്തിരി തിളപ്പിച്ചു വെക്കും, ഒരു വലിയ ചെമ്പിൽ മൊത്തം അങ്ങനെ തന്നെ കോരി വെക്കും. ആ വെള്ളമായിരിക്കും ഏറ്റവും ഡിമാൻഡ്. അത്രയും തണുത്ത വെള്ളം. ഫ്രീസറിൽ നിന്നൊക്കെ വെള്ളം എടുക്കില്ലേ? ഭയങ്കര സ്വാദ്. ഇതവര് അടുക്കളയിലേക്ക് എടുത്തോട്ടെ. ലക്ഷ്മി നക്ഷത്ര കോരി വെള്ളം എന്ന് പറഞ്ഞൂടെ? സോറി ലനാജിങ്കത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? മാങ്ങ പൊട്ടല്ല, നമുക്ക് അമ്മായി പറഞ്ഞിട്ടുള്ള ഇടിയൻ ചക്കയും കൊപ്പയ്ക്ക്. ഗൈസ് ഇത് അമ്മായി മനഃപൂർവ്വം എന്തോ പണിയുന്നതാണ്. എടാ എനിക്കെത്തില്ലടാ, എനിക്കെത്തില്ല. എന്നെ ഒന്ന് പൊന്നിച്ചേരുമോ ഗൈസ്? ആനയുടെ പുറത്ത് കയറ്റി ഇവൻ എന്റെ ബ്രദറാണ്. ഈ ബ്രദർ എന്നെ വീണ്ടും ആന പുറത്തല്ല, ഒരു കൊപ്പയ്ക്ക പൊട്ടിക്കാൻ വേണ്ടിട്ട് വീണ്ടും അവൻ എന്നെ പൊന്തിക്കാൻ പോവാണ്. ആർക്കാണ്? അതേ ഞാനതല്ല, സ്റ്റാർ മാജിക്കിന് മുമ്പ് മുഖത്ത് പാച്ച് വരാണ്ടിരിക്കാനാ ഞാൻ നിലം തൊടിക്കാണ്ടിരുന്നു. ആ അപ്പൊ ഞാൻ എങ്ങനെ നിൽക്കണം? എടാ നീ വീണെന്ന് അണക്കേട്ടോ, നീ ജിമ്മിൽ പോണല്ലേ? അതുകൊണ്ട് പറ്റില്ല. ഗൈസ് എനിക്ക് ഈഗോ അടിച്ചു ഗൈസ്. അവൻ ഒരെണ്ണിട്ടു ഗൈസ്. ഒരു മിനിറ്റ് എനിക്ക് എത്താറായി. ഞാൻ ഈ കല്ലുമ്മ കയറി നിക്ക. എടാ നീ എന്നെ അപമാനിക്കുന്നോ? ഇല്ലില്ല, ഇതെനിക്കെത്തും. ഞാനിപ്പോ എത്തിച്ച് കാണിച്ചു തരാം. നീ എന്നെ ചെറുതായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്തെങ്കിലും. ഇതെങ്ങനെയാടാ കുത്താ? ഗൈസ് മൈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ. ഇതിലിത് വീടില്ലെങ്കിൽ എന്റെ പേര് നിങ്ങൾ ആർക്കൂടണ്ട. എന്നാ ഞാൻ തോറ്റു. ഞാൻ ക്ഷീണിച്ചു പോയി ഗൈസ്. ഇനി ഇടിയൻ ചക്ക അല്ലേ? ഇടിയൻ ചക്ക സിമ്പിൾ ആയിരിക്കും. ഇതുണ്ടോ? റൈറ്റിലേക്ക് നോക്കിയാൽ ഇരുമ്പമ്പുളി, നേരെ നോക്കിക്കഴിഞ്ഞാൽ ചക്ക, സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാങ്ങ. ഇവിടെ ഈ ഒരു മാവ് മാത്രല്ല കേട്ടോ, എൻ്റെ അറിവില്
10-12 മാവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര മാവുണ്ടടാ? ഇപ്പൊ 8 മാവേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോറി, ഇത്ര തള്ളല് കൂടി പോയി ആക്ഷൻ. അന്നത്തേൽ 8 മാവേ, ഇപ്പൊ 6 മാവുണ്ട്. ആ ശരി, അപ്പൊ ഇനി നമുക്ക് ഇടിയൻ ചക്ക പൊട്ടിക്കാൻ പോവാം. ഇത് വീടിന്റെ ബാക്ക് സൈഡ് ആണേ. ഇതാണ് വിറക് വര. അതായത് ഈ ഒരു പെര ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ഫുൾ ഇവിടുന്ന് തന്നെ വിറക് ശേഖരിച്ചിട്ട് അടുക്കളയിൽ കൊണ്ടു. ലെന്നാ, ഇരുമ്പം പുളി വേണോ? ഇതെടുക്കാം. ഇതാണ് കുഞ്ഞിത്. ആ, ഒരെണ്ണം കൂടെ ചേർത്ത്. ഈ വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു രസമാണ്. ഈ സേമിയ പായസം ഉണ്ടാക്കിയിട്ട് അത് ഫ്രീസറിൽ കയറ്റുക, ഐസ്ക്രീം ആയിട്ട് കഴിക്കുക, ഇരുമ്പമ്പുളി, മാങ്ങ, ചക്ക, എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ബാത്റൂമിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അതൊരു ആഘോഷമായിരുന്നു. ഹായ്, നിങ്ങൾക്കറിയാലോ, നമ്മൾ ആക്ച്വലി തൃശ്ശൂരിൽ ലൈക്ക് ഒരു സിറ്റി ലൈഫാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ, ഈ കിണർ നമ്മൾ ഉപയോഗിക്കാത്ത കിണറല്ലേ ശ്യാമേ? ഉപയോഗിക്കും. പാത്രം കഴുകാനുള്ള വെള്ളം ഈ കിണറിന്ന് അല്ലേ? ശരി. ഇവൻ ഇവിടെയാണ് ജനിച്ച് വളർന്നത്. അപ്പൊ ഇവന് എന്നെക്കാളും നന്നായിട്ട് അറിയാം. ഇത് ഞാൻ പൊട്ടിക്കാം. ഇത് ഇങ്ങനത്തെ തോട്ടിയാട്ടോ, ഈ അരിവാൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള തോട്ടിയാണ്. അപ്പൊ ഇതിൽ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് പറ്റുന്നു. ചക്കയുണ്ട്, ഇടിയൻ ചക്ക ഉണ്ട്. നമ്മൾ ഉപ്പേരിയ വെക്കണേ. അപ്പൊ നമ്മൾ ഇടിയൻ ചക്ക, ഇതല്ലേ ഇടിയൻ ചക്ക, ഒരെണ്ണെങ്കിലും എനിക്ക് പൊട്ടിക്കണം. പപ്പും പൂപ്പയും നമ്മുടെ കൂടെ ട്രിപ്പിന് വിളിച്ചില്ല എന്നുള്ള വിഷമത്തിൽ അവിടെ ഓളിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡി, കമോൺ ഗൈസ്, എന്നെ ചീർ ചെയ്യൂ. റെഡി, 1 2 3. കുട്ടി നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. എനിക്ക് നൈസായിട്ട് ഈഗോ അടിച്ച് ഞാൻ ചമ്മിയെങ്കിലും അതാണ് കണ്ടോ, അവൾ ആരാ? വീട്ടിലൊരു ജോലി എടുക്കില്ലെങ്കിലും നല്ല കൈപ്പുണ്യുള്ള കുട്ടിയാ. ഇന്ന് ഇടിയഞ്ചക്കൊക്കെ സ്വാദില്ലെങ്കിൽ അത് ഇട്ട ആളുടെ കുറ്റാണ് കേട്ടോ. കൊണ്ടുപോയി അവിടെ അടുക്കളയിൽ പോയിട്ട് വലിയ വീരവാദം മുഴക്കാനാണ്. പോണ പോക്കിന് നമുക്ക് മാങ്ങയും കൂടെ പൊട്ടിച്ചിട്ട് പോവാം. അങ്ങനെ സ്റ്റാർ മാജിക്കിൽ ടാസ്ക് കൊടുക്കുന്ന പോലെ ഞങ്ങൾക്ക് ടാസ്ക് തന്നപ്പോൾ ഞൊടി ഇടയിലാണ്. എന്നെ കൊണ്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ശ്യാമ് കൊപ്പക്കായും ലെനാ ചുങ്കത്ത് എന്ന് പറയാൻ പറഞ്ഞു. ഇടിയൻ ചക്കയും നമ്മളിവിടെ പാദ്യംപുറം എന്നാട്ടോ പറയും. ശബ്ദം കേട്ടിട്ടാ പാപ്പും പുപ്പിക്കും പുറത്തിറങ്ങാൻ പറ്റാണ്ടേ പാദ്യംപുറം എന്നായി പിൻഭാഗത്തിന് പറയുക. ലെനാ ചുങ്കത്ത്, ചക്കയെ പറ്റി 5 വാചകങ്ങൾ പറയും. ചക്ക സൂപ്പറാ. ചക്ക ഞാനാകുന്നു, ചക്ക സൂപ്പർ ആകുന്നു. അടുത്തത് ചെറിയ ലുക്കുണ്ട്. ആ, ഞങ്ങളിത് ഇവിടെ കുറെ നേരമായി ജോലി എടുത്ത് വന്ന് തളർന്ന് നിൽക്കുന്നു. ആ, അമ്മായി അമ്മായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തേക്ക് വരൂ. ആ, കഷ്ടപ്പെട്ട് പൊട്ടിച്ച ചക്ക ഞാൻ ചിന്നി ചേച്ചി പൊട്ടിച്ചില്ല. ഞാനെ പൊട്ടിച്ചല്ലോ. ഇനി കുറച്ച് അടിച്ചു വരാനുണ്ട്, അകായി തുടക്കാനുണ്ട്. അതും കൂടെ ഒന്ന് ചെയ്തിടൂ കേട്ടോ. സോറി. മാങ്ങ പൊട്ടിക്കാം. ആ ശരി. ലെന വന്നത് കുറുക്കഞ്ചേരിന്ന് കുളം കാണിക്കാന്ന് പറഞ്ഞിട്ട് അതേ കുളം ചാടിക്കോ. ഇതല്ല, നമുക്ക് ബാക്കിൽ പോവാം. ബാക്കിൽ കുളം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ശ്യാമേട്ടൻ പറഞ്ഞു. ആ, ഇനി എന്താ വേണ്ടേ? മാങ്ങ പൊട്ടി. ഇവിടെയൊക്കെ മാങ്ങയും കുരുമുളകും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതില് മാങ്ങ ആയിട്ടില്ല. ഫ്രണ്ടിലുണ്ട്, ഫ്രണ്ടിൽ നിന്ന് പൊട്ടിക്കാം. ചാമ്പയ്ക്ക ഉണ്ട്. നടന്നോ? ആ, ചാമ്പയ്ക്ക ഉണ്ട്. ചാമ്പയ്ക്ക മുകളിലാ. ആ, കുലുക്ക്. ഞാൻ കണ്ണു വെച്ചത്. ചേച്ചി ഉറുമ്പ്. കല്ലുറുമ്പ്, പുളിയുറുമ്പ്. എവിടെ? ഓ, ഞങ്ങള് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാട്ടോ. അതേ പുളിയുറുമ്പിന്റെ കൂട്. അയ്യോ, ഞാനത് നല്ല പഴുത്ത ചാമ്പയ്ക്ക നിറച്ചുണ്ടാവാറുണ്ട്. ഇപ്പൊ സീസൺ ആവണല്ലേ ഉള്ളൂ, അതുകൊണ്ടാ.
അടിപൊളി, നല്ല മധുരം, ഭയങ്കര മധുരം. എപ്പോഴും എവിടെയൊക്കെയോ കടിക്കണു അല്ലേ? ആ കൂട് കണ്ടോ, പുളിയുറുമ്പിന്റെ കൂട്. ഇതിന്റെ ഉള്ളില് ഇത് കൂടാക്കി വെച്ചിരിക്കുക. ഇതിന്റെ ഉള്ളില് ഫുള്ള് പുളിയുറുമ്പ. ശ്യാമിന്റെ പല ഭാഗങ്ങളിലേക്കും പുളിയുറുമ്പ് കയറിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു വീട്ടിലൊന്ന് കറി വെക്കാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പാമ്പ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മുടെ കസിൻസാ. എല്ലാവിടെയും എന്താ പറയാ, ഇതുപോലെ ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഉറുമ്പ് കടിച്ചു. ഉറുമ്പ് കടിച്ചോ? തിരിച്ചു കടിച്ചോളൂ. തലയിലുറുമ്പ്, തലയിലുറുമ്പ്. എന്റെ ഹെയർ സ്റ്റൈൽ കിടക്കി. ഉറുമ്പുണ്ട്. സോ സിമ്പിൾ. കല്ലെറിഞ്ഞു പൊട്ടിക്കാം. ദേ ഭാഗ്യം അപ്പുറത്തെ വീട്ടില് ജനലില്ലാത്തത് എന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ അവർക്ക് ജനല് ഞാൻ പണിത് കൊടുക്കേണ്ടി വന്നതാണ്. ക്യാമറ ടീമിൽ നിന്ന് 3 പേരിന്ന് വന്നിട്ടുണ്ട്. അവരുടെ ആരോഗ്യത്തിനും അവരുടെ ആയുസിനും എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ലെന, മാങ്ങ പൊട്ടിക്കാനായി ഉപയോഗിക്കുന്ന കല്ല് ഇതാണ്. നിങ്ങളും നിങ്ങളുടെ ക്യാമറയും മാറി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതാ ആക്ച്വലി കുഞ്ഞി കണ്ണിമാങ്ങ പ്രായത്തിലുള്ളത് ഇവിടെ തൊട്ട് മുകളിലുണ്ട് കേട്ടോ. പക്ഷെ കണ്ണിമാങ്ങ പ്രായം നമ്മൾ കേടാക്കണ്ടല്ലോ. ഏറ്റവും മുകളിൽ, കുറച്ചും കൂടെ മുകളിലാണ് വലുതുള്ളത്. അപ്പൊ നമ്മൾ വലിയ മാങ്ങയാണ് ടാർഗറ്റ് ചെയ്യണം കേട്ടോ. ഒരു മിനിറ്റ്, ഞാനും ഇതിലിപ്പോ ആരോ LKG. എനിക്കൊരു ഡൗട്ട്. ഒരു മിനിറ്റ്, എനിക്ക് കുഞ്ഞിക്കല്ല് മതി. ഇതിനൊരു മാന്യതയുണ്ട്. ഈ കല്ലിന് വല്ല മാന്യതയുണ്ടോ? ഇങ്ങനെ പോയാലും ഇങ്ങനെ വന്നിടിക്കും. എന്താ ഇതിങ്ങനെ എറിഞ്ഞാലേ ഞാൻ ജനല് പണിത് കൊടുക്കില്ല കേട്ടോ. ഞാൻ അത്ര റിച്ച് അല്ല. ഒരു മിനിറ്റ് കേട്ടാ, ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞിട്ട് അറിയണം. അവനൊരു ക്യാമറ ഉണ്ട്. ഹായ്. സത്യത്തിൽ രാത്രി മോഷ്ടിക്കാൻ പോക്കാണോ ജോലി? ഭയങ്കര ഉണ്ടല്ലോ. കിട്ടി. അയ്യോ, ഇത് പകുതിയുള്ളോ? പകുതി കാണാല്ലേ? പകുതിയോടെ പോയി. ലെന അങ്ങനെ വന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് കൈ കൊണ്ട് പൊട്ടിച്ചാലോ? കാരണം വെറുതെ അഹങ്കാരം എന്ന് പറയും. കാരണം നൈസായിട്ടൊന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് വേണ്ടാന്ന് വിചാരിച്ച് വലിയ മാങ്ങ നോക്കുമ്പോഴാണ് പ്രശ്നം. കുട്ടിക്ക് നല്ല ഉന്നുണ്ടല്ലോ. ഓ വെരി ഗുഡ്. ശ്യാമ തന്നെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് അവന് നല്ല ഉന്നം ഉണ്ടോന്ന്. ഈ ഉന്നം ഇതുപോലെ തന്നെ അവൻ ഇങ്ങനെ ഊന്നിയിട്ട് ആരെങ്കിലും വീഴ്ത്തിയിട്ടുണ്ടോന്നാണ് എനിക്കൊരു ഡൗട്ട്. കാരണം ഒരു മിനിറ്റടാ, ഇവിടെ വന്നേ, നീ ഇങ്ങോട്ട് വാ. ലെന, ആ മാങ്ങയൊക്കെ പറക്കൂ. ഇപ്പോ മൊത്തത്തില് 3 മാങ്ങ ഇവൻ ഇതുപോലെ തന്നെ ഉന്നം വെച്ച് താഴെ വീഴ്ത്തി. അപ്പൊ എനിക്ക് അറിയേണ്ടത്, ഇതുപോലെ നീ ഉന്നം വെച്ച് ആരെയൊക്കെ വീഴ്ത്തിയിട്ടുണ്ട്? വീണിട്ടുണ്ട്. പക്ഷെ വീണത് അവനാന്ന് മാത്രം. ഇങ്ങനെ അയ്യോ അമ്മേന്ന് പറഞ്ഞിട്ട് എന്താ ശരി. അപ്പോ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു തുണിയിലാക്കിയിട്ട് മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കല്ലും പിടിച്ചിട്ട് അങ്ങനെ കഴിക്കാം. എവിടെ പേരക്ക? ഓ, പേരക്ക അത്യാഗ്രഹം കേട്ടോ, നമുക്ക് കിട്ടില്ല. മൂവാണ്ട മാങ്ങയാന്ന് തോന്നുന്നു അല്ലെ? ഇവിടെ മൂവാണ്ട മാങ്ങ ഉണ്ട്, നീലൻ മാങ്ങ ഉണ്ട്. അപ്പോ ഞാൻ പോയിട്ടൊരു തുണി എടുത്തിട്ട് വരാം. ചെന്ന് കഴിഞ്ഞപ്പോ ടെററാവും, എല്ലാരും കൂടെ പുറത്തേക്ക് ചാടും. ദേടാ വരുന്നു. അമ്മായി, ചെറിയൊരു തുണി തരാൻ പറ്റുമോ? ഈ മാങ്ങ ഒരു തുണിയുടെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ 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 കാണിച്ചിട്ട് ഇതാക്കാൻ. മുളക് പൊടി,
ഉപ്പ്, മഞ്ഞപ്പൊടി ഇടില്ലല്ലോ അമ്മേ? ഇങ്ങനെ ഈ തുണിയിൽ ഇങ്ങനെ ഇതിടുമ്പോ ഇല്ലാന്ന് തോന്നുന്നു. ആ ഓക്കെ. മുളക് പൊടി, വെളിച്ചെണ്ണ ഇടുവോ തുണിയിലാക്കുമ്പോ? ആ ഒരു തരി ഇടാം അല്ലേ, സ്വാദ് കൂടാൻ. എനിക്കറിയില്ല, നമ്മളുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, തുണി ഇട്ടിട്ടുണ്ട്. അമ്മൂമ്മയുടെ ഒരു സെറ്റുമുണ്ട് തന്നു. അപ്പോ ഇനി നമ്മള് ഇതൊക്കെ കൊണ്ട് പോവാണ്. വെളിച്ചെണ്ണ വേണോടാ? അമ്മയുടെ പൊതിച്ചോറ് അവിടെ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, കാരണം നമുക്ക് അതിനുള്ള ടൈമില്ലല്ലോ ഗൈസ്. അപ്പൊ ഇനി നമ്മള് ഈ മാങ്ങ നമുക്ക് ഏറ്റവും ഇവിടെ കഴുകാം. കുളത്തിൽ പോയി കഴുകണ്ട, ഇവിടെ കഴുകാം. പ്ലീസ് പ്ലീസ്, നമുക്ക് കുളത്തിൽ പോയി കഴിയിട്ട് ഇങ്ങോട്ട് വരാം. എന്നാ നടന്നോളൂ. കുളത്തിൽ തന്നെ കഴുകണമെന്ന് ഇത്ര നിർബന്ധമുണ്ടോ? പണ്ട് ഞാനും ശ്യാമും ഒക്കെ നീന്തി തുടിച്ചിരുന്ന ആഴമുള്ള കുളമാണ്. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ആനെ കണ്ടിട്ടുണ്ടോ? ദേ കുഴിയാന. അതിലൊരു ഉറുമ്പിനെ പിടിച്ചിട്ട് അത് വരും. കണ്ടിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. പണ്ടത്തെ രീതിയാണെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഇവിടെ മോഡേൺ ആയിട്ട് ചിന്തിച്ചു. അതായത് ഇംഗ്ലീഷുകാരുടെ ഒരു സാന്നിധ്യം ആക്ച്വലി ഭയങ്കരമായിട്ട് ഈ വീട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് അവിടെയായിരുന്നു. ഒരു ഇന്ത്യനും ഉണ്ട്, ഒരു യൂറോപ്പും ഉണ്ട്. അതായത് ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് അങ്ങനെയാണ് കേട്ടോ. ഇന്ത്യനിൽ പോകേണ്ടവർക്ക് ഇന്ത്യനിൽ പോവാം, യൂറോപ്യനിൽ പോകേണ്ടവർക്ക് യൂറോപ്യനിൽ പോവാം. എന്ത് പോണേയില്ലേ? സ്വഭാവമില്ല. ഗൈസ്, കുളത്തിലേക്ക് പോകാനുള്ള വഴി മിസ്സിംഗ് ആണോ എന്നൊരു ഡൗട്ട്. ഇനി കടലാസിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. വെള്ളമില്ല, കുളമൊക്കെ മൂടിയിട്ട് കാലങ്ങളായി. ശ്യാം എന്തോ ഒരു നുണക്കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വിശ്വസിച്ചിട്ടാണ് ആ പോക്ക്. കുളിക്കാം, മാങ്ങ കഴുകാം. ഇതാണ് ആ കുളം. ശ്യാമ പണ്ട് കുളിച്ചിട്ടുള്ളതും നീന്തല് പഠിച്ചിട്ടുള്ളതും ഒക്കെ ആ കുളത്തിലാ. എന്റെ അമ്മയുടെ മോതിരം പണ്ട് കുളിക്കാൻ ഇറങ്ങിയിട്ട് ഈ കുളത്തില് താഴ്ന്നു പോയിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾ ഇത്രയും പോന്നു, ഇപ്പൊ കുളമൊക്കെ വല്ലാത്ത അവസ്ഥയില്. ഇപ്പൊ ആരും കുളിക്കലുമില്ല, ഒന്നുമില്ല. ഭയങ്കര അടിപൊളി കുളമായിരുന്നു കേട്ടോ, ഇപ്പൊ എല്ലാം പോയി. പറ്റിച്ചൂലേ സാധനം പറഞ്ഞേ. കാറിൽ വരുമ്പോ ഉണ്ടെന്ന് പറഞ്ഞു. ഹലോ, ഇങ്ങോട്ട് വാ. നല്ല ഉണക്കമീൻ വറക്കണ മണം വരുന്നു. എവിടെന്നാന്നറിയില്ല. എലി ചത്തതാ? ആരോടും പറയരുത് ഗൈസ്. ഒരു നാളേരം കിട്ടി ഞങ്ങക്ക്, വീട്ടിൽ കൊണ്ടുപോവാം. അടിപൊളി. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പാടായിരുന്നു കേട്ടോ. പിന്നിലേക്ക് നോക്കൂ, അവിടെയൊക്കെ ഫുൾ പാടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റി തെങ്ങായി. പിന്നെ അപ്പുറത്ത് വാഴ, പിന്നെ ഒരു വാഴ, ഒരു വാഴ ഞങ്ങളുടെ നമുക്ക് അവിടെ പോയിട്ട് തല്ലവാ. അത് തല്ലണമെങ്കിൽ ഞാൻ ഇവിടെ നിന്നല്ല, ഇതവിടെ പോയിട്ട് ചെയ്യാം, നല്ലത്. പണ്ട് ആദ്യം ഇവിടെ പാടുണ്ടെന്ന് പറഞ്ഞില്ല, അവിടെയാണ് എനിക്ക് ഇവരൊക്കെ പട്ടുണ്ടാക്കാനൊക്കെ കാണിച്ചെന്ന്. വെക്കേഷനൊക്കെ വരുമ്പോ പട്ടുണ്ടാക്കാറ്. ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ. സ്ഥലം എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ. മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ലെന ഒട്ടും കഥച്ചില്ല എന്നോളൂ. സംസാരിക്കാൻ പറ്റും. അയ്യോ, മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അതായത് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് താണിപ്പാടം എന്ന് പറയൂ കേട്ടോ സ്ഥലം. പാലക്കാട് റൂട്ട്. പാലക്കാട് നിന്ന് എത്തണ്ട, തൃശ്ശൂർന്നൊരു 25 മിനിറ്റ് അത്രേ ഉള്ളൂ. അങ്ങനെ. അപ്പോൾ അവിടെയാണ് ഈ ഒരു സ്ഥലം വരണേ. ഒരു 75 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇപ്പോഴും അതുപോലെ ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു. ഇത് തൊഴുത്തായിരുന്നു. ഇപ്പോൾ തൊഴുത്തിൽ കംപ്ലീറ്റ് വിറകെല്ലാം വെച്ചിരിക്കുക. പിന്നെന്താ പറയുക, അതായത് അച്ഛൻ്റെ അച്ഛൻ, നിങ്ങൾ വിചാരിക്കും നമ്മൾ ഭയങ്കര റിച്ചാന്ന്. ഒരിക്കലും അല്ല കേട്ടോ. അച്ഛൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു പ്രമാണിയായിരുന്നു, അത്രേ ഉള്ളൂ.
പുള്ളി ഞാൻ കേട്ടിട്ടുണ്ട്. പിടിച്ചേടാ, കഥ പറയട്ടെ. അതായത് ഒരു കൃഷിക്കാരൻ്റെ ഇങ്ങനെ വെട്ടണ സമയത്ത്, പാടത്ത് ഇങ്ങനെ അരിയണ സമയത്ത് ഒരു കൃഷിക്കാരൻ്റെ ഒരു ചേച്ചിയുടെ, അത് ചേട്ടൻ്റെ ആരുടെയെങ്കിലും ആവട്ടെ, അച്ഛമ്മ പറഞ്ഞെന്ന കഥയാ. വിരലാണോ പാദാണോ, വിരലറ്റുപോയപ്പോ മുത്തല എന്നാ ഞാൻ വിളിക്കുക, മുത്തച്ഛനേട്ടാ, അതായത് അച്ഛൻ്റെ അച്ഛനെ. മുത്തല കാട്ടിലേക്ക് അങ്ങോട്ട് കയറിപ്പോയിട്ട് മുത്തല ഇങ്ങനെ എന്തോ ഇങ്ങനെ അരച്ചു കൊണ്ടിട്ട് ആ ആളുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നാളെ വരാൻ പറഞ്ഞു. നാളെ നോക്കിയപ്പോ ഈ അറ്റുപോയ വിരല് ജോയിന്റ് ആയി ഇരിക്കണു. നല്ല കഥ അല്ലേ? അയ്യോ ഇത് സത്യാ, ഇത് സത്യാ. മുത്തല അങ്ങനെ അറിയപ്പെടുന്ന ഒരു കൃഷിക്കാരനായിരുന്നു. എന്തെന്റെ കഥയ്ക്ക് എന്താ കുഴപ്പം? സത്യം എന്ന് പറഞ്ഞോ? ഇല്ലെങ്കിൽ മുത്തല രാത്രി വന്ന് കഴിക്കുന്നു പിടിക്കും. അമ്മ സത്യം, അച്ഛൻ സത്യം കേട്ടോ. അങ്ങനെ മുത്തല അറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു പ്രമാണിയായിരുന്നു, കൃഷിക്കാരനായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ട് കാളകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അച്ഛൻ്റെ അമ്മ, അച്ഛമ്മ തൃശ്ശൂർക്ക് പോണത് കാളവണ്ടിയിലൊക്കെ ആയിരുന്നു എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂല്ലേ. കാളവണ്ടിയിലൊക്കെയാണ് തൃശ്ശൂർക്ക് വരിക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ മക്കളിപ്പോഴും ഇതങ്ങനെ പാർട്ടീഷൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ വീട് ഇവിടെ തന്നെ ഉണ്ട്. പലരും പറയാറുണ്ട് ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് റിസോർട്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ പുതിയ വീട് പണിതുകൂടെ എന്നൊക്കെ. പക്ഷെ അതൊന്നും അവർ ചെയ്തിട്ടില്ല. ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാങ്ങത്തല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ചാടി വരുന്ന കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ നമ്മളിനി മാങ്ങ തല്ലാൻ വേണ്ടിയിട്ട് മാങ്ങ കഴുകി, എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ബെസ്റ്റ് സ്പോട്ട്. ഈ തുണി കൈ പിടിച്ചേടാ, എനിക്കിത് ചെയ്ത് ശീലമില്ല. പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളിത് പഠിക്കുക. ഇതിൽ വെച്ചോ. ഈ ചുണ കളയണ്ടേ? ഇത് കളയണടാ, ഒരിക്കൊന്ന്. ഇനി ഇവിടത്തല്ല. ഓ അടിപൊളി. ഇനി ആവാണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി മുളക് പൊടി ഇതിടാം. ഹായ്, ഇവിടെ തന്നെ പൊടിപ്പിക്കുന്നതാണ് കേട്ടോ, ഇവിടെ തന്നെ പൊടിപ്പിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും തല്ലുന്നു. ഓക്കെ, എന്നാ നമുക്കിനി ട്രാൻസ്ഫർ ചെയ്താലോ? നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ തല്ലി 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 ഫൈനലി ഇതാ. ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്കത് കഴിക്കാം. ഓ പൊളി. വേണമെങ്കിൽ ഒരു ലേശം എന്ത് ചെയ്യണം, വെളിച്ചെണ്ണ വേണമെങ്കിൽ. ഞാൻ ഒന്ന് സ്വാദ് നോക്കട്ടെ വെളിച്ചെണ്ണ ഇട്ടിട്ട്. മോനെ നമ്മളിങ്ങനെ അരിഞ്ഞരിഞ്ഞ് കഴിക്കണേക്കാളും സ്വാദാണ് ഇങ്ങനെ തല്ലി തല്ലി കഴിക്കണ. ഭയങ്കര സ്വാദ്. എവരിബഡി കം ഓൺ. വീട്ടിലുള്ളവർക്കും കൂടെ കൊടുക്കട്ടെ. കഴിച്ചിട്ട് മതിയാവണില്ല. ഈ തരിതരിയില്ലേ, ഇതാണ് ഇതിലെ ഏറ്റവും സ്വാദ്. മാങ്ങയുടെ തരി തരി തരി. സ്വാദ് നോക്കൂ.
എന്റെ അപ്പോ നിങ്ങൾ പൊട്ടിച്ചതാ? അടിപൊളി. സൂപ്പർ. അമ്മായിക്ക് കൊടുക്കട്ടെ. വളരെ പ്രൊഫഷണൽ ആയിരിക്കണം. ഈ ചീഞ്ചട്ടി പോലത്തെ ഇതിൽ വെക്കുമ്പോ സ്വാദം ഒന്നും കൂടെ കൂടും. കൈപുള്ളി ഗൈസ്, കൈപുള്ളി. ശ്യാമേ, എല്ലാം മുറിച്ചിട്ട് വരുമോ? നമുക്ക് ആക്ച്വലി ഇപ്പൊ തന്നെ ഇത് കഴിക്കാൻ തോന്നും, പക്ഷെ ഇപ്പൊ കഴിക്കരുത് ഗൈസ്. കാരണം ഇനിയൊരു അരമണിക്കൂർ മിനിമം ഇരിക്കണം.